എവിടുന്ന് ഈ വഴിക്ക്? മോനെ ഡേക്കറിന്ന് കൊണ്ടുവരാൻ പോയതാ. അന്ന് ശോഭയുടെ വീട്ടിൽ വരാൻ തോന്നിയത് എന്റെ ഭാഗ്യം. ദിവസങ്ങളോളം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഭീകരനെ അന്ന് കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ ഞാൻ കൊണ്ടൊന്ന് കാപ്പി കുടിക്കാതെ പോയത്. അതിനെന്താ, കാപ്പിയേക്കാൾ വലുതല്ലേ കേസ് അന്വേഷണം? തിരക്കില്ലെങ്കിൽ ഇന്ന് അവിടം വരെ ഒന്ന് വരണം. അമ്മ 1-2 തവണ അന്വേഷിച്ചു. തിരക്കാണ്, എങ്കിലും വരാം. പിന്നെ ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല. ഇരിക്കു കേട്ടോ, ഓടിക്കളയരുത്. ഇപ്പൊ വരാം. CID നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓരോരോ ആവശ്യങ്ങൾക്കായി അങ്ങും ഇങ്ങും അലയുകയായിരുന്നു. അലേണ്ടി വരും. കേതുവല്ലേ? അല്ല, രാമദാസൻ. അതല്ല എന്റെ CID. ഇപ്പൊ കേതുർദേശല്ലേ? അതറിയില്ല. കഷ്ടം. പിന്നെ എങ്ങനെയാ ഫലം അറിയാ? ഫലത്തില് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതിവിധി ചെയ്യണ്ടേ? ആയില്യക്കാരനിപ്പോ കേതുവായിരിക്കും. മോശം കാല, അലച്ചില് കൂടും. യാതൊന്നും നോക്കിക്കാറില്ല അല്ലേ? ഇല്ല. ഞാനൊരു 100 വട്ടം എന്റെ മോന്റെ ജാതകം നോക്കിച്ചിട്ടുണ്ടാവും. ഒരു കണിയാനും പറഞ്ഞില്ല 32ാമത്തെ വയസ്സ് ഇങ്ങനെ ഒരു ചതി നടക്കുന്നു. പക്ഷെ ഇത് ചിലപ്പോ പറയാൻ പറ്റില്ലായിരിക്കും ഇല്ലേ? വെറുതെ അങ്ങ് മരിച്ചതല്ലോ, എന്റെ മോനെ കൊന്നതല്ലേ. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? മോനോടൊരു കാര്യം പറയണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ. എന്ത് കാര്യം? മോൻ വിചാരിച്ചാൽ നടക്കും. CID ആണല്ലോ. സൂര്യ വെളിച്ചം പോലെ കത്തിക്കൊണ്ടിരുന്ന നിലവിളക്ക പെട്ടെന്ന് അങ്ങ് അണഞ്ഞുപോയി. ഇപ്പതാ നാഥനില്ലാത്ത കുടുംബവും ആയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞില്ല. എന്റെ മോനെ കൊന്നതാരാണെന്ന് ഒന്ന് കണ്ടുപിടിച്ചു തരണം. വേറൊന്നിനുമല്ല, എന്തിനാ ഈ മഹാഭാവം ചെയ്തതെന്ന് ചോദിക്കാൻ. അല്ലാതെ എന്താ അമ്മേ?